ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ ഒരു സന്ദർഭം നമുക്ക് നമ്മെ ആത്മവിചാരണ നടത്താൻ ഒരു ചരിത്ര സംഭവത്തെ അനുസ്മരിക്കുവാനാണ് ഉദ്ദേശം. ഈ ചരിത്ര സംഭവം സമ്മാനിക്കുന്ന സന്ദേശം അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അളവുകോലാക്കാൻ, മാനദണ്ഡമാക്കാൻ ഉപകരിക്കേണ്ടത്. ഈ സംഭവം ഏവർക്കും സുപരിചിതമാണ്. എപ്പോഴും നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതുമൊക്കെയാണ്. പക്ഷേ ആ സംഭവത്തിൻ്റെ സൂക്ഷ്മമായ ചില പ്രയോഗങ്ങൾ, വരികൾക്കിടയിൽ നമ്മൾ അന്വേഷിക്കേണ്ടുന്ന സുപ്രധാനമായ ചില ആശയങ്ങൾ, അതാണ് ആ സംഭവം ഇവിടെ ഉണർത്തുമ്പോൾ, വീണ്ടും ഉന്നയിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. സംഭവം ഗുഹയിലകപ്പെട്ട 3 വ്യക്തികളുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്തേക്ക് ഉദ്ധരിച്ചതാണ്. അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ സംഭവം പല പ്രയോഗങ്ങളിലൂടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും അത് ഉദ്ധരിച്ചിട്ടുണ്ട്, അവരല്ലാത്തവരും ഉദ്ധരിച്ചിട്ടുണ്ട്. പദപ്രയോഗങ്ങളിൽ ചില വ്യത്യസ്തതകളോടുകൂടി. ആ സംഭവത്തിൻ്റെ വായനക്കപ്പുറം ചില പാഠങ്ങളാണ് ഉദ്ദേശം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖറജ സലാസത്തു നഫരിൻ മിമ്മൻ കാന ഖബ്ലകും യംശൂൻ. 3 ആളുകൾ, അവർ മിമ്മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പ് കടന്നുപോയ ജനവിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. യഹൂദരോ ക്രൈസ്തവരോ അതല്ലാത്തവരോ ആയേക്കാം. ഏതായാലും മുൻകടന്നു പോയവരിൽ 3 ആളുകൾ, അവർ യംശൂൻ, കാൽനടയായി പുറപ്പെട്ടു. ഫഅസാബഹുമുൽ മതർ, ആ കാൽനട യാത്രയിൽ അവർക്ക് മഴ കൊണ്ടു. ഫദഖലു ഫി ഗാരിൻ ഫിൽ ജബൽ, മഴയേറ്റപ്പോൾ അവർ പർവ്വതത്തിൽ ഒരു ഗുഹയിലേക്ക് കയറി നിന്നു. അവർ ഈ സമയം ഗുഹയിലായിരിക്കെ ചില നിവേദനങ്ങളിൽ ഫൻഹദറത് മിനൽ ജബലി സഖറത്തുൻ, മലമുകളിൽ നിന്നൊരു പാറ ഉരുണ്ടു വന്നു. ഫൻഹത്തത് അലാ ഫമിൽ ഗാരി സഖറത്തുൻ മിനൽ ജബൽ, മറ്റൊരു നിവേദനമാണ്, പർവ്വതത്തിൽ നിന്നുള്ളൊരു പാറ ഗുഹാമുഖത്തെ അടച്ചു കളഞ്ഞു. അവിടെ ഫൻഹത്തത് എന്നാണ്, പാറ മുകളിൽ നിന്ന് വീണ് ഗുഹാമുഖത്തെ കൊട്ടിയടച്ചു. ചില നിവേദനങ്ങളിൽ ഫൻതബഖത് അലൈഹിം എന്നാണ്, ഇൻതബഖത് അലൈഹിം. ചില നിവേദനങ്ങളിൽ ഫസദ്ദത് അലൈഹിം ബാബൽ ഗാർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ഗുഹയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത വിധം, പുറം ലോകം കാണാൻ കഴിയാത്ത വിധം മലയിൽ ഈ ഗുഹയിൽ ഇവർ അകപ്പെട്ടു പോയി എന്നാണ്. അത് എങ്ങനെ? പുറത്ത് കൊടിയ മഴ,
ആ മഴ കാരണത്താൽ ഗുഹയിൽ വെച്ച് ഇവർ പറയുന്നുണ്ട്, അഫൽ അസറു വഖഅൽ ഹജറു, നമ്മൾ നടന്നു വന്ന വഴി, അതിലെ കാലടികളെ അഫൽ അസറു എന്നാണ്, മഴ മായിച്ചു കളഞ്ഞു, അത്ര മഴയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ വന്ന വഴി അന്വേഷിച്ച ആർക്കെങ്കിലും ഇവിടേക്ക് വരാനുള്ള അവസരമല്ല. വഖഅൽ ഹജറു, കല്ലാണെങ്കിലോ മുകളിൽ നിന്ന് ഗുഹാമുഖം മൂടി എന്നാണ്. അവർ പറയുന്നുണ്ട്, ലാ യഅലമു മകാനകും ഹാദാ ഇല്ലല്ലാഹ്, നമ്മൾ ഈ ഗുഹയിലാണെന്നുള്ള വിവരം അറിയുന്നത് അള്ളാഹു മാത്രം. ഇമാം ഇബ്നു ഹിബ്ബാൻ്റെ നിവേദനത്തിലാണ് അതുള്ളത്. അഫൽ അസറു വഖഅൽ ഹജറു ലാ യഅലമു മകാനകും ഹാദാ ഇല്ലല്ലാഹ്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ചില നിവേദനങ്ങളിൽ കാണാം, ഇവർ ദുആ ചെയ്തപ്പോൾ അള്ളാഹു ഫഫറജല്ലാഹു മിൻഹാ ഫുർജതൻ ഫറഔ മിൻഹ സമാ എന്നാണ്. ആ ദുആ കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പാറ അല്പം നീക്കിയപ്പോൾ അവർ ആകാശം കണ്ടു എന്നാണ്. അപ്പോൾ ആ ദുആ ഇറക്കുന്നതിൻ്റെ മുമ്പ് മാനം പോലും കാണാതെ, പുറം ലോകം ദർശിക്കാനാവാതെ അവർ ഗുഹക്കകത്തിയെന്നാണ്. ചില നിവേദനങ്ങളിൽ ഉള്ളത് ഫആവാഹുമുൽ മബീതു ഇലൽ ഗാർ എന്നാണ്. രാത്രി ഇരുട്ടുമുറ്റിയ സമയമാണ്. അപ്പോൾ അവർ മഴ കൊണ്ടപ്പോൾ മബീത്ത് കൂടി ഉദ്ദേശിച്ചാണ് ഗാറിലേക്ക് കിടന്നതെന്നാണ്, രാത്രി ഉറങ്ങാൻ. അപ്പോൾ ആലോചിച്ച് നോക്കി, സമയം രാത്രി, പുറത്ത് കൊടിയ മഴ, ഇവർ ഗുഹക്കുള്ളിൽ, ഗുഹാമുഖം ഈ പാറ മൂടി പുറംലോകം ദർശിക്കാനാവാത്ത അവസ്ഥയിൽ ഈ 3 പേർ. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തായിരിക്കും അവരുടെ അവസ്ഥ, ആ ഗുഹയിലെ അവസ്ഥ. ആരും അവരെ അറിയുന്നവരായിട്ടില്ല അള്ളാഹു അല്ലാതെ. അന്വേഷിച്ചെടുക്കുന്നവർക്ക്, അന്നത്തെ കാലത്തൊക്കെ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല, ആകെ കാൽ പാദങ്ങൾ വെച്ച അടയാളം നോക്കിയിട്ടാണ് ഇവരെ തേടി വരുന്നവരുണ്ട് എങ്കിൽ അവർക്ക് വരാൻ അവസരം. പക്ഷെ അതുപോലും അവർ പറയാണ്, അവരറിയാണ്, അഫൽ അസർ, മഴ പെയ്തു, നമ്മളുടെ അടയാളം പോലും, നടന്നു വന്ന വടി പോലും മാഞ്ഞു, ഇവിടെ നമ്മളുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നവർ പറയുമ്പോൾ, ഞാനതിനാണ് ഈ നിവേദനത്തിൻ്റെ വരികളെ വായിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചരിത്രം നമുക്ക് ഉദ്ധരിച്ചു തന്നതിൽ വലിയൊരു പാഠമുണ്ട്. അതിൻ്റെ പൂർണ്ണത നമുക്ക് പ്രാപ്യമായില്ലെങ്കിലും പലതും നമ്മൾ വായിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ ഒരവസ്ഥയിൽ ആ 3 ആളുകൾ എന്തായിരിക്കും ആ ഗുഹയിൽ, അതിൻ്റെ ഇരുട്ടിൽ, അതിൻ്റെ വിജനതയിൽ, ഏകാന്തതയിൽ, പുറംലോകം മണക്കാനോ അറിയാനോ കഴിയാത്ത ആ അവസ്ഥയിൽ. അപ്പോഴാണ് ആ 3 പേർ അന്യോന്യം അവർ ഗുഹക്കുള്ളിൽ പറയുന്നത്, വല്ലാഹി യാ ഹൗലാ ലാ യുൻജീകും ഇല്ല സിദ്ഖ്, അള്ളാഹുവാണ് കൂട്ടരെ, സത്യസന്ധമായ നിലപാടെന്തുണ്ടോ അത് മാത്രമാണ് രക്ഷ, അത് മാത്രമാണ് രക്ഷ. സിദ്ഖ്, ഉദ്ഉല്ലാഹ ബിമാ തഅലമൂന, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യൂ. എന്തുകൊണ്ട്? ബിമാ തഅലമൂന അന്നഹും ഖദ് സദഖൂ ഫിഹ്, അള്ളാഹിനോട് സത്യസന്ധമായി വർത്തിച്ച വല്ലതുമുണ്ടോ അതിനെ മുൻനിർത്തി, അള്ളാഹിനോട് സത്യസന്ധമായി വർത്തിച്ച അമലുകൾ അറിയുന്നുവെങ്കിൽ അതിനെ മുൻനിർത്തി ഉദ്ഉല്ലാ, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യൂ എന്നാണ് അവർ പറയുന്നത്. അവരന്യോന്യം ആ അവസ്ഥയിൽ ഗുഹക്കുള്ളിൽ ഇരുട്ടിൽ, ലാ യുൻജീകും ഇല്ല സിദ്ഖ്. ചില നിവേദനങ്ങളിൽ കാണാം, ഉൻദുറു ഇല അമാലിക്കും, 3 ആൾ പറയാണ്, നിങ്ങളുടെ അമലുകളെ ആലോചിക്കൂ, നോക്കൂ. ലാ യുൻജീകും ഇല്ല ബിസാലിഹി അമാലിക്കും ഫദുഉല്ലാഹ് ബിസാലിഹി അമാലിക്കും, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കൊണ്ടല്ലാതെ രക്ഷയില്ല, അള്ളാഹിനോട് നിങ്ങളുടെ സൽപ്രവൃത്തികളെ മുൻനിർത്തി നിങ്ങൾ ദുആ ചെയ്യൂ എന്നാണ് ഇവർ പറയുന്നത്. ചില നിവേദനങ്ങളിൽ കാണാം, ഉൻദുറു ഇല ഔസഖി അമാലിക്കും ഫദുഉല്ലാഹ ബി ഔസഖി അമാലിക്കും, നിങ്ങളുടെ അമലുകളിൽ ഉറപ്പുള്ള അമൽ, അതേ രക്ഷക്കൊള്ളൂ. ഉറപ്പുള്ള അമൽ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലങ്കിൽ സ്വീകാര്യമായി എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന വല്ല അമലുകൾ ഉണ്ടോ എന്ന് ആലോചിക്കുകയും എന്നിട്ട് ആ അമലുകളെ മുൻനിർത്തി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഇതാണ് അവർ പറയുന്നത്. ആ ഗുഹയിൽ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഈമാൻ വേണം, ദീന് വേണം.
ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. മനുഷ്യന്മാർ ഹൃദയം ഇടുങ്ങി തീർന്നു പോകുന്ന അവസ്ഥയാണ്. പക്ഷെ അവർ ആദർശമുള്ളവരാണ്, അഖീദയുള്ളവരാണ്, ദീനുള്ളവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു വതവാസൗ ബിൽ ഹഖ്, അന്യോന്യം ഉപദേശിക്കാനുള്ള, വസിയത്ത് ചെയ്യാനുള്ളൊരവസരം, രക്ഷാമാർഗത്തെക്കുറിച്ചുള്ള ബോധം, അതെങ്ങനെ തരപ്പെടുത്താം എന്നുള്ള ചിന്ത, അതൊക്കെ വന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ലാ യുൻജീകും ഇല്ല സിദ്ഖ് ഉൻദുറു ഇലാ ഔസഖി അമാലിക്കും. നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങൾ, അള്ളാഹുവിനോടുള്ള നിലപാടിൽ സത്യസന്ധവും നിഷ്കളങ്കവുമായതൊക്കെ ആലോചിക്കാൻ പറയാണ്. എന്നിട്ട് അതിനെ മുൻനിർത്തി അള്ളാഹിനോട് ദുആ ചെയ്യാൻ പറയണം. ഈ മൂന്നാളുകൾ അന്യോന്യം. ഇനിയാണ് അവരുടെ ഈ ഒരു കൂടിയാലോചനക്കപ്പുറം അവരിൽ ഓരോരുത്തരും ദുആ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഖാല അഹദുഹും, മൂന്നിലൊരാൾ അപ്പം പറയാണ്. നോക്കണം, ആ അവസ്ഥയിൽ അവരുടെ മനസാന്നിധ്യം, അവരുടെ ഖൽബിലുള്ള പടച്ചോൻ എന്താ? ഒരാൾ പറയുന്നത് അല്ലാഹുമ്മ ഇന്നഹു കാനലി അബവാനി ശൈഖാനി കബീറാനി വലി സിബിയത്തുൻ സിഗാറുൻ കുൻതു അർഅ അലൈഹിം ഫൈദാ റഹ്തു അലൈഹിം ഹലബ്തു ഫബദഅ്തു ബിവാലിദയ്യ അസ്ഖീഹിമ ഖബ്ല ബനിയ. എന്താ പറയുന്നത്? അല്ലാഹുവേ ഇന്നഹു കാനലി അബവാനി ശൈഖാനി കബീറാനി, എനിക്ക് വൃദ്ധരായ പ്രായാധിക്യമുള്ള മാതാപിതാക്കളുണ്ടായിരുന്നു. അബവാനി ഷെയ്ഖാനി കബീറാൻ വലി സിബിയത്തുൻ സിഗാറുൻ, എനിക്ക് പറക്കം മുറ്റാത്ത മക്കളുണ്ടായിരുന്നു. ചില നിവേദനങ്ങളിൽ വലിയ ഇംറഅത്തുൻ, എനിക്കൊരു ഭാര്യയും ഉണ്ടായിരുന്നു. വസിബിയത്തുൻ സിഗാറുൻ, പറക്കമുറ്റാത്ത ചെറിയ പൈതങ്ങളും ഉണ്ടായിരുന്നു. വകുൻതു അർഅ അലൈഹിം, ഞാൻ ഇവരെ പോറ്റാൻ, ഇവരെ തീറ്റാൻ, ആടുകളെ മേക്കുന്ന ജോലി ചെയ്തിരുന്നു. കാലികളെ മേച്ചായിരുന്നു ഞാൻ ഇവരെ പോറ്റിയിരുന്നത്. ഫൈദാ റഹ്തു അലൈഹിം, പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞാൻ കാലികളെ മേക്കും. എന്നിട്ട് പ്രദോഷത്തിൽ ഞാൻ കാലികളെ മേച്ച് മടങ്ങിയാൽ ഹലബ്തു, ഞാൻ ഈ കാലികളെ കറക്കും. ഫബദഅ്തു ബിവാലിദയ്യ അസ്ഖീഹിമ ഖബ്ല ബനിയ, എൻ്റെ മക്കൾക്ക് കറന്നെടുത്ത പാല് നൽകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് പാല് കുടിപ്പിച്ചു കൊണ്ടായിരുന്നു അവരെ കുടിപ്പിക്കൽ തുടങ്ങിയിരുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. അള്ളാഹിനോട് പറയാണ്, ഏറ്റു പറയാണ്. ആ പറയുന്ന സമയവും ആ സാഹചര്യവും നോക്കണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വൈനിസ്തഖർതു യൗമൻ ഫലം ആതി ഹത്ത അംസൈത്, ഒരു ദിവസം ഞാൻ മടങ്ങിയപ്പോൾ വൈകിപ്പോയി. അതിന് കാരണം പറയുന്നുണ്ട്. അത്ലബു ഷജർ, ഈ കാലികളെ മേക്കാനുള്ള പുൽമേടകൾ, വൃക്ഷലതാദികൾ തേടിയുള്ള അലച്ചിൽ, അങ്ങനെ വൈകിയതാണ്. വൈനിസ്തഖർതു യൗമൻ ഫലം ആതി ഹത്ത അംസൈത്, ഞാൻ വന്നപ്പോഴത്തേക്ക് നന്നായി വൈകിപ്പോയി. ഫഹലബ്തു കമാ കുൻതു അഹ്ലുബു, അന്നും ഞാൻ വൈകിയാണ് എത്തിയതെങ്കിലും ഞാൻ സാധാരണ പാല് കറക്കാറുള്ളത് പോലെ പാല് കറന്നു. പക്ഷെ പാല് കറന്നെങ്കിലും ഫവജത്തുഹുമ നായിമൈൻ, എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും ഉറങ്ങുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അവരുറങ്ങിപ്പോയി. ഫവഖഫ്തു ഇൻദ റൂസിഹിമ അക്റഹു അൻ ഉഖിബഹുമ, ഞാൻ വന്നപ്പോഴത്തേക്ക് പാല് കറന്ന് എത്തിയപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയ മാതാപിതാക്കളുടെ തലക്കരികിൽ ഞാൻ നിന്നു. വ അക്റഹു അൻ ഉഖിദഹുമ, ഉറങ്ങിക്കിടക്കുന്ന അവരെ ഉണർത്താൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറയുകയാണ്, വൽ ഖദഹു അലാ യദൈ അൻതളിറു ഇസ്തിഖാദഹുമ, കറന്നെടുത്ത പാൽപാത്രം അതെൻ്റെ കയ്യിലുണ്ട്. ഇരുവരും, മാതാപിതാക്കൾ ഇരുവരും ഉണരുന്നത് ഞാൻ പ്രതീക്ഷിച്ചു കഴിഞ്ഞു. വ അക്റഹു അൻ അസ്ഖിയ സിബിയത വസ്സിബിയതു യതഗാബൗന മിനൽ ജൂഇ ഇൻദ ഖദമൈ വകുൻതു ലാ അസ്ഖി അസ്സിബിയത ഹത്ത യശ്റബൽ വാലിദാൻ, എൻ്റെ മാതാപിതാക്കൾ കുടിക്കുന്നത് വരെ ഞാൻ കുട്ടികളെ കുടിപ്പിക്കുമായിരുന്നില്ല. അതായിരുന്നു എൻ്റെ ശീലം. എന്നും ആദ്യം മാതാപിതാക്കൾ, പിന്നെ മക്കൾ, ഇതായിരുന്നു എൻ്റെ ശീലം. അതുകൊണ്ട് തന്നെ പാൽപാത്രം എൻ്റെ കയ്യിലുണ്ട്. അൻതളിറു ഇസ്തിഖാദഹുമ, മാതാപിതാക്കൾ ഉണരുന്നത് ഞാൻ കാത്തു നിന്നു.
കുട്ടികളെ കുടിപ്പിക്കുവാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല. വഅക്റഹു അൻ അസ്ഖിയ സിബിയ വസ്സിബിയത്തി യതഗാദൗൻ, കുട്ടികൾ ബഹളം വെക്കുന്നു മിനൽ ജൂ, വിശപ്പ് കാരണത്താൽ, അതും ഇന്ദ ഖദമയ്യ, എൻ്റെ കാൽച്ചുവട്ടിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫലബിസ്തു ഹത്താ തലഅൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നത് വരെ ഞാനിങ്ങനെ കഴിഞ്ഞു. അദ്ദേഹം ഇരിക്കണില്ല, പാൽപാത്രം കയ്യിൽ നിന്ന് വെക്കണില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണ് മാതാപിതാക്കളുടെ മുഖത്തേക്കാണ്. അവരെപ്പോൾ ഉണരുന്നു അപ്പോൾ ഇതവർക്ക് പകരാൻ. ഫസ്തൈഖദ, അങ്ങനെ ഇരുവരും ഫജ്ർ ഉദിച്ചപ്പോൾ ഉണർന്നു. വശരിബ ഗബൂഖഹുമ, എന്നിട്ട് അവരിരുവരും അവരുടെ ഗബൂഖ് കുടിക്കുകയുണ്ടായി എന്നാണ്. ഗബൂഖ് എന്ന് പറഞ്ഞാൽ പ്രദോഷത്തിലെ ഭക്ഷണത്തിന് പൊതുവിൽ പറയും, അല്ലെങ്കിൽ പ്രദോഷത്തിൽ വൈകുന്നേരം കുടിക്കുന്ന പാലിനാണ് പറയുക. സബൂഹ് എന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കുന്നത്, ഗബൂഖ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കഴിക്കുന്നത്. ഇവിടെ വൈകുന്നേരം കറന്ന പാലാണ്, അതാണ് ഗബൂഖ്. മകസ്തു ഹത്താ തലഅൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നത് വരെ. അദ്ദേഹം പറയുന്നത് മകസ്, ഞാൻ ഈ അവസ്ഥയിൽ നിന്നു. അങ്ങനെ ഫജ്ർ ഉദിച്ചതിന് ശേഷം ഇസ്തൈഖള വ ശരിബ ഗബൂഖഹും, അവർ ഉണർന്നിട്ട് അവരുടെ പാല് കുടിച്ചു എന്നാണ്. അത് ഈ ഗബൂഖ് വൈകുന്നേരത്തെ പാലിനാണ് ഇത് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രയോഗം നടത്തുന്നത് ഇത് വൈകുന്നേരം കറന്ന് കയ്യിൽ പിടിച്ചതാണ്. അതാണ് സബൂഹ്, കഴിക്കേണ്ട സമയത്ത് കഴിക്കുന്നത്. ഈ വ്യക്തി എന്നിട്ട് അള്ളാഹിനോട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ കർമ്മം ഓർത്തതാണ്, പ്രതീക്ഷ നിർഭരമായ കർമ്മം ഓർത്തതാണ്. അദ്ദേഹം സിദ്ഖ്, സത്യസന്ധൻ, അല്ലെങ്കിൽ സത്യസന്ധതയോടുകൂടി താൻ ചെയ്തു എന്ന് അദ്ദേഹത്തിന് തീർത്തും പേർത്തും ഉറപ്പുള്ള കർമ്മം അദ്ദേഹം ഓർത്തിട്ട് അദ്ദേഹം അള്ളാഹ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ ഒരു സമയം. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്നി ഫഅൽതു ദാലിക് ഇബ്തിഗാഅ വജ്ഹിക് ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സഖറ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ കുൻത തഅലം, അല്ലാഹുവേ നീ അറിയുന്നുവെങ്കിൽ. അള്ളാഹ്ക്കറിയാം, പക്ഷേ ദുആയിൽ അള്ളാഹിനോടുള്ള ഒരു അദബാണ്. അന്നി ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക്, നിൻ്റെ പ്രീതിയും നിൻ്റെ വജ്ഹും കാംക്ഷിച്ചാണ് ഞാനത് ചെയ്തത് എന്ന് നീ അറിയുന്നുവെങ്കിൽ, ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സഖറ, ഈ പാറ, ഞങ്ങളുടെ ഗുഹാമുഖം മൂടിയിരിക്കുകയാണ്, ഞങ്ങൾ ഈ പാറയാൽ വലിയ പരീക്ഷണത്തിലാണ്, ഇതിൽ നിന്ന് ഒരു മോക്ഷം, ഒരു രക്ഷ നീ ഞങ്ങൾക്ക് കനിയണമേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ദുആ. ഹദീസിൽ കാണാം, അവിടെയാണ് ഫഫറജല്ലാഹു മിൻഹു ഫുർജതൻ റഅൗ മിൻഹ സമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാറയിൽ അല്പം ഒരു അകറ്റൽ ഉണ്ടാക്കി. പാറ ഒന്ന് അല്പം അകന്നപ്പോൾ അതിലൂടെ അവർ ആകാശം കാണുകയുണ്ടായി എന്നാണ്, മാനം കാണുകയുണ്ടായി. എത്രമാത്രം മാനം ഒന്ന് കാണാൻ മാത്രം പാറ അല്പം ഇളകി എന്നാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് ഇളക്കി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ അടുത്ത ആൾ, രണ്ടാമത്തെ ആൾ, വഖാലൽ ആഖർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മറ്റേ ആൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹു കാനലി ബിൻതു അമ്മിൻ കാനത്ത് അഹബ്ബൻ നാസ് ഇലൈ, അല്ലാഹുവേ, എനിക്കൊരു ബിന്ത് അമ്മുണ്ടായിരുന്നു. ബിന്ത് അമ്മ എന്ന് പറഞ്ഞെങ്കിൽ പിതൃ സഹോദരൻ്റെ പുത്രി, ഒരു അടുത്ത ബന്ധുവായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കാനത്ത് അഹബ്ബൻ നാസ് ഇലൈ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഇഷ്ടപ്പെട്ട ആളായിരുന്നു ആ പെൺകൊടി. വ അന്നി ഖദ് റാവത്തു അൻ നഫ്സിഹ, അവളെ പ്രാപിക്കുവാൻ, അവളുമായി ശയ്യാസഹനം നടത്താൻ ഞാൻ പലകുറി ശ്രമിച്ചിട്ടുണ്ട്. അന്നി റാവത്തു അൻ നഫ്സിഹ ഫംതനഅത്, പക്ഷേ അവളെ പ്രാപിക്കാൻ ഞാൻ എപ്പോൾ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെയും ഇംതനഅത്, അവൾ വിസമ്മതിക്കുകയും വിട്ടകലുകയുമാണ് ചെയ്തിരുന്നത്. ഇതാണ് അവർ പറയുന്നത്. ഹത്ത അലമ്മത് ബിഹാ സനതു മിന സിനീൻ, അങ്ങനെ ഇരിക്കുകയാണ് അവൾക്ക് ഒരു സനത്ത് എന്ന് പറഞ്ഞെങ്കിൽ കാലക്കെടുതി, വരൾച്ചയും ക്ഷാമവുമൊക്കെ ആയിട്ടുള്ള ഒരു കെടുതി അവൾക്ക് ബാധിക്കുന്നത്. സനത്തു മിന സിനീൻ, സനത്ത് എന്ന് പറഞ്ഞെങ്കിൽ അതാണ് അൽ കഹ്തു വൽ ജൂ, വിശപ്പ്, വരൾച്ച, ഇതൊക്കെ അവൾക്ക് ബാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അപ്പോൾ ഈ മനുഷ്യൻ അള്ളാഹിനോട് ഇത് ഏറ്റു പറയണം. അള്ളാഹിനോട് പറയുന്നത്, അല്ലാഹുമ്മ ഇന്നഹു കാനത്ത് ലി ബിൻതു അമ്മിൻ കാനത്ത് അഹബ്ബൻ നാസി ഇലൈ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിത്വം,
റാവത്തുഹാൻ നഫ്സിഹ വ അന്നി റാവത്തുഹാൻ നഫ്സിഹ, അവളെ കടന്നു പിടിക്കാൻ, അവളുമായി ലൈംഗിക ചേഷ്ടയിൽ ഏർപ്പെടാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം സൂറത്ത് യൂസുഫ് എടുത്തപ്പോൾ നമ്മൾ പലതവണ കേട്ടതാണ് മുറാവത, വറാവതത്തുഹുല്ലതി ഫി ബൈത്തിഹ എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ എത്ര പ്രാവശ്യം മുറാവതയെക്കുറിച്ച് കേട്ടു. ഒരു പുരുഷൻ സ്ത്രീയുടെ നേരെ മുറാവത എന്ന് പറഞ്ഞെങ്കിൽ സ്ത്രീക്ക് സമ്മതമില്ലെങ്കിലും പുരുഷൻ്റെ ആർത്തി, അല്ലെങ്കിൽ പുരുഷന് സമ്മതമില്ലെങ്കിലും സ്ത്രീയുടെ ആർത്തി, അതാണ്. പക്ഷേ ഇവിടെ സ്ത്രീ ഇംതനാത്ത്, അവൾക്ക് വേണ്ട, വിസമ്മതം, വിയോജിപ്പ്, പക്ഷേ ഇയാൾക്ക് ആർത്തി. കാരണം അത്രമേൽ അവളെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുകയാണ് അവൾക്ക് ഈ കാലക്കെടുതി, ഈ വിഷമം, വറുതി വരുന്നത്. ഫജാഅത്നി, അയാൾ പറയാണ്, അല്ലാഹുവേ, ആ ഇല്ലായ്മയുടെ നാളിൽ അവൾ എൻ്റെ അടുക്കലേക്ക് വന്നു. ഫഅഅതൈതുഹാ 20 വ100 ദീനാരിൻ അലാ അൻ തുഖല്ലിയ ബൈനി വബൈന നഫ്സിഹാ. അവൾ എൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടിയപ്പോൾ, യാചിച്ചപ്പോൾ ഞാൻ അവൾക്ക് 120 ദീനാർ നൽകി. ചില നിവേദനങ്ങളിൽ 100 ദീനാർ, ചില നിവേദനങ്ങളിൽ 120. അതിൽ പ്രശ്നം വിചാരിക്കാനൊന്നുമില്ല. അറബികൾ പലപ്പോഴും ഈ ചില്ല് അക്ഷരങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ 100 എന്ന് പറയും. 100 ചില്ലാനാണെങ്കിൽ ആ 100 ചില്ലാനം ഒഴിവാക്കിയിട്ട് 100 എന്ന് പറയും. 220 230 അങ്ങനെയൊക്കെ ആണെങ്കിൽ 200 എന്ന് പറയും. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് 63-ാമത്തെ വയസ്സിലാണ്. ചില നിവേദനങ്ങൾ കാണാം 60-ാമത്തെ വയസ്സിലെന്ന്, അല്ലെങ്കിൽ ചില നിവേദനങ്ങൾ 65. ഈ ചില്ലക്ഷരങ്ങൾ ഒഴിവാക്കി പറയുക എന്നുള്ളത് ഒരു ശൈലിയാണ് അറബി ഭാഷയിൽ. ഇവിടെ അതാണ്. ചില നിവേദനങ്ങളിൽ 100 ദീനാർ നൽകി, ചില നിവേദനം 120 ദീനാർ നൽകി. ഇവിടെ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഒരു നിവേദനത്തിൽ ഫഅതൈതുഹാ 20 വ100 ദീനാരിൻ, ഞാൻ അവൾക്ക് 120 ദീനാർ നൽകി. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണ്. അതൊരു വലിയ സംഖ്യയാണ്, തുകയാണ്. എന്തിനാ ഈ 120 ദീനാർ നൽകിയത്? അവളെ പട്ടിണി കണ്ടിട്ടോ അവളുടെ അവശത കണ്ടിട്ടോ അതല്ല. പിന്നെയോ അലാ അൻ തുഖല്ലിയ ബൈനി വബൈന നഫ്സിഹ, അവളുടെ ശരീരം എനിക്ക് പണയം വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 120 ദീനാർ നൽകിയത്. കാരണം അത്രമേൽ അവളെ ഇഷ്ടപ്പെട്ടു. അവളോടൊരു അവസരം പാർത്ത് പലപ്പോഴും അവളുടെ പിന്നാലെ നടന്നു, പക്ഷേ അവൾ വിസമ്മതിക്കുകയായിരുന്നു. ഇതാണ് അയാൾ പറയുന്നത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയാൾ അള്ളാഹിനോട് ഏറ്റു പറഞ്ഞ കാര്യം ഫഫഅലത്ത് എന്ന് പറഞ്ഞാൽ 120 ദീനാർ നൽകിയിട്ട് അവൾ എനിക്ക് വിധേയയാകാൻ സമ്മതിച്ചു. അതാണ് അവൾ കിടന്നോർത്തു. ഞാൻ അവളുടെ ശരീരം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ ഖാലത്ത്, അവൾ പറഞ്ഞു, യാ അബ്ദല്ലാ ഇത്തഖില്ലാ ലാ തഫ്തഹിൽ ഖാതം ഇല്ലാ ബിഹഖി. ഞാൻ അവളുടെ ശരീരത്തിലിരുന്നപ്പോൾ അവൾ പറഞ്ഞു, യാ അബ്ദല്ലാ, ഹേ മനുഷ്യ, ഇത്തഖില്ലാ, നീ അള്ളാനെ സൂക്ഷിക്കുക. ലാ തഫ്തഹിൽ ഖാതം ഇല്ലാ ബിഹഖി, എൻ്റെ കന്യാചർമ്മം നീ ഭേദിക്കല്ലേ അനർഹമായ നിലക്ക്. ആ സ്ത്രീ തീർത്തും വിശുദ്ധയാണ്. ഇതുവരെ ഒരു പരപുരുഷൻ്റെ സാന്നിധ്യം അവളുടെ അടുക്കൽ ഉണ്ടായിട്ടേയില്ല. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, ലാ തഫ്തഹിൽ ഖാതം ഇല്ലാ ബിഹഖി, അനർഹമായി നീ എൻ്റെ കന്യാചർമ്മത്തെ നീ ഭേദിക്കല്ലേ എന്ന് പറയുന്നത്. അർഹമായി വിവാഹത്തിലൂടെ ആവാം, പക്ഷേ വിവാഹമില്ലാതെ അവിഹിതമായിട്ടുള്ള ഈ ഒരു ഏർപ്പാടിന് നീ നിൽക്കല്ലേ, ഇത്തഖില്ല എന്ന് അവൾ പറയണം അയാളോട്. ആ സമയത്തിൻ്റെ ഒരു രതിമൂർച്ചയല്ല, പിന്നെയോ നാളുകളായി മനസ്സിൽ ഓമനിക്കുന്ന കൊണ്ടു നടക്കുന്ന ഒരു രതിചിന്തയാണ്. അതിൻ്റെ മൂർച്ചയിൽ അയാൾ നിൽക്കുമ്പോഴാണ് പറയുന്നത് ഇത്തഖില്ല. എന്താ ഈ വ്യക്തി പറയുന്നത്? അവൾ യാ അബ്ദല്ലാ ഇത്തഖില്ല ലാ തഫ്തഹിൽ ഖാതമ ഇല്ലാ ബിഹഖിഹി എന്ന് പറഞ്ഞപ്പോൾ ഫഖും, ഞാൻ ഉടനടി എഴുന്നേറ്റു. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഫൻസറഫ്തു അൻഹ വഹിയ അഹബ്ബുൻ നാസ് ഇലൈ. അയാൾ പറയാണ്, ഫൻസറഫ്തു അൻഹ, ഞാൻ അവളിൽ നിന്ന് തിരിഞ്ഞു. വഹിയ അഹബ്ബുൻ നാസ് ഇലൈ, ഈ ഭൂമിക്ക് വരിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം, വ്യക്തിത്വം അവളാണ് എന്നിരിക്കെ അവളാ പറഞ്ഞതുകൂടി ഞാൻ എഴുന്നേറ്റ് അവിടെ നിന്ന് തിരിഞ്ഞു. വതറക്തു ദഹബ അല്ലദീ ആതൈതുഹ, ഞാൻ അവൾക്ക് നൽകിയതായ ആ ദഹബ് 120 ദീനാർ സ്വർണം, അത് ഞാൻ അവൾക്ക് വിട്ടു നൽകുകയും ചെയ്തു എന്നാണ് അയാൾ പറയുന്നത്. എന്നിട്ട് അയാൾ അള്ളാഹുവിലേക്ക് തൻ്റെ ഉയർത്തുകയാണ്. എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക്, അല്ലാഹുമ്മ ഇൻ കുൻത തഅലം അന്നി ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക് ഫഫ്റുജ് അന്ന മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സഖറ. ചില നിവേദനങ്ങളിൽ അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്നി ഫഅൽതു ദാലിക മിൻ ഖശിയതിക് എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഇൻ കുൻതു ഫഅൽതു ദാലിക, ഞാനത് പ്രവർത്തിച്ചത്
ഇൻകുന്ത തഅലമു അന്നീ ഫഅൽതു ദാലിക, ഞാനത് പ്രവർത്തിച്ചത് നീ അറിയുന്നുവെങ്കിൽ മിൻ ഖശിയതിക്, നിന്നോടുള്ള പേടി കാരണത്താലാണ്. ഇത്തഖില്ലാ, അള്ളാഹനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ പടച്ചവനെ കുറിച്ചുള്ള ബോധം മുറിച്ച് അള്ളാഹുവിനുള്ള പേടി ഉണർന്ന് അതുകൊണ്ടാണ് ഓടിയത്. അത് നിനക്കറിയുന്നുവെങ്കിൽ, നിൻ്റെ വജുഹ് ഉദ്ദേശിച്ചാണ്, നിൻ്റെ പ്രീതി ഉദ്ദേശിച്ചതാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളിൽ നിന്ന് പിന്മാറിയത് എന്നത് നീ അറിയുന്നുവെങ്കിൽ ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സഖ്റ, ഈ പാറയിൽ നിന്ന്, ഈ പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു മോക്ഷം, രക്ഷ കനിയണമേ എന്നാണ് അയാളുടെ ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഫൻഫജറത്തി സഖറത്തു ഗൈറ അന്നഹും ലാ യസ്തതിഊനൽ ഖുറൂജ മിൻഹാ എന്നാണ്. പാറ അകന്നു കുറച്ചുകൂടി, പക്ഷേ അവർ മൂവർക്കും ആ വിടവിലൂടെ പുറത്ത് കിടക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു അകൽ മാത്രം ഉണ്ടായത്. അതാണ് മാത്രമാണ് സംഭവിച്ചത്. എന്നാലോചിച്ച് നോക്കി നിങ്ങൾ, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു എന്നാ പറയുന്നത്. നീ അറിയുന്നുവെങ്കിൽ, നിനക്ക് വേണ്ടിയാണ് അത് ചെയ്തത് എന്ന് നീ അറിയുന്നുവെങ്കിൽ, നിന്നോടുള്ള പേടി കാരണത്താലാണ് ചെയ്തത് എന്ന് നീ അറിയുന്നുവെങ്കിൽ ഈ പാറയെ അകറ്റണേ എന്നാണ് പറയുന്നത്. പാറ അകന്നു, അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു പ്രതികരിച്ച്, എന്താ പ്രതികരിച്ചത്? അള്ളാഹു പ്രതികരിച്ച പോലെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എന്നോടുള്ള പേടി കാരണത്താലാണ് നീ അത് ചെയ്തത് എന്ന്, എൻ്റെ പ്രീതിക്കാണ് അത് ചെയ്തത് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിൻ്റെ തേട്ടം ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ ഈ പാറയെ അകറ്റുന്നു എന്ന് അള്ളാഹു പറയുന്നത് പോലെയല്ലേ? അതല്ലേ അതിൻ്റെ അറിയിപ്പ്? നമ്മളൊക്കെ പടച്ചറബിനോട് തേടുന്ന സമയത്ത് അള്ളാഹിനോട് ഇങ്ങനെ ചൊല്ലി പറഞ്ഞേറ്റ് പറഞ്ഞ് അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു എന്ന് പറഞ്ഞ് നീ അറിയുന്നുവെങ്കിൽ എന്ന് പറയുമ്പോൾ, ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ ചോദിച്ചത് ഇതാ എന്ന് അള്ളാഹു നമ്മളോട് പ്രതികരിക്കുമാർ ഒരു തേട്ടത്തിനുള്ള ഉത്തരം നമുക്ക് പ്രതീക്ഷിക്കാൻ അവസരമുണ്ടോ എന്നത് നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ്. കഥ കേട്ട് പോകലല്ല. പിന്നെയോ ഈ കഥ എന്തിനു പറഞ്ഞു? ആ പറഞ്ഞതിൽ ചില ലക്ഷ്യങ്ങളില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്? നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളില്ലേ? അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർത്തുകയാണ്, വഖാല സാലിസ്, നീ മൂന്നാമതൊരാളുണ്ട്. ആ മൂന്നാമൻ പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി ഇസ്തഅജർതു അജീറൻ ബിഫറഖി അറുസിൻ, അള്ളാഹുവെ ഒരു ഫറഖ് അറുസ് കൂലി നൽകാം എന്ന് പറഞ്ഞ് ഞാൻ ഒരു കൂലിക്കാരനെ കൂലിക്ക് വിളിച്ചു. ചില നിവേദനങ്ങളിൽ കുറേ കൂലിക്കാരെ വിളിച്ചു, അതിൽ ഒരാൾ വൈകി വന്നു, അയാൾക്കുള്ള കൂലി ഫറഖ് അറുസ്, ഒരു ഫറഖ് അറുസാണ്. അറുസ് എന്നാണ് എന്താ? നെല്ല്, അരി. ഫറഖ് എന്ന് പറഞ്ഞെങ്കിൽ ഒരളവാണ്. 3 സാഴ്, 3 സാഴ്, ഒരു സാഴ് എത്രയാണ്? ഒരു സാഴ് 4 മുദ്ദ്, ഒരൊറ്റ പുരുഷൻ്റെ 4 കോരൽ, ഇരു കൈകൾ കുമ്പിളിലെ കോരൽ, ഇത് 4 എണ്ണമാണ് ഒരു സാഴ്. ഇങ്ങനത്തെ 3 സാഴ്, അതാണെന്ത്? ഒരു ഫറഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഫറഖ് പിന്നെ വെള്ളം കൊണ്ട് കുളിച്ചതൊക്കെ പറയുന്നുണ്ടല്ലോ ഹദീസിൽ കാണാം. എന്തായാലും ഒരു ഫറഖ് അറുസ് അത് കൂലി നിശ്ചയിച്ചിട്ട് ഞാൻ ഒരാളെ കൂലിക്ക് വിളിച്ചതാണ്. ഇന്നി ഇസ്തഅജർതു അജീറൻ ബിഫറഖി അറുസിൻ, കൂലിക്ക് വിളിച്ചപ്പോൾ ഫഖദ അമലഹു, ആ കൂലി സമ്മതിച്ചിട്ട് അയാളുടെ ജോലി ചെയ്തു. വഖാല, എന്നിട്ട് അയാൾ പറഞ്ഞു, യാ ഹാദാ ആതിനി ഹഖി, എൻ്റെ കൂലി തരൂ, എൻ്റെ ഹക്ക് തരൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ 3 ഒരു ഫറഖ് അറുസ് അത് തരൂ എന്ന് പറഞ്ഞു. കൂലിക്ക് വിളിച്ച ആൾ പറയാണ്, ഫഅറദ്തു അലൈഹി അജ്റഹു, അയാളുടെ കൂലി ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുത്തു. ഇതാ 3 ഫറഖ് അറുസ്. ഹദീസിൽ കാണാം ഫറഗിബാൻ വതറകഹു വദഹബ്, കൂലി കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ അതിൽ വിരക്തനായി, അത് വാങ്ങാതെ അയാൾ അവിടം വിട്ടുപോയി. എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, കൂലി ചോദിച്ചപ്പോൾ കൂലി കൊടുത്തു, ഇതാ കൂലി. അപ്പോൾ അയാൾ ഫറഗിബാൻ ഹുന്ന, അതിൽ അയാൾക്ക് താല്പര്യമല്ല, അയാൾ അത് ഒഴിവാക്കിയിട്ട് പോയി എന്നാണ് ഈ വ്യക്തി പറയാണ്. ആ കൂലിക്ക് വിളിച്ച വ്യക്തി പറയാണ്, ഫഅമത്തു അല ദാലികൽ ഫറഖ് ഫസറഅതുഹ ഫസമ്മർതു അജ്റഹു, അയാൾ പോയപ്പോൾ ഞാൻ പിന്നെ ആ ഫറഖ് അവിടെ കിടക്കൽ, ഇത് എന്താണ്? ധാന്യാണ്, നെല്ലാണ്. അതങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ എന്താവും? അത് കേടാവും. അപ്പോൾ അയാൾ പറയാണ്, ഞാൻ എന്ത് ചെയ്തു? ആ ഫറഖ് റുസ് അതെടുത്തിട്ട് ഫസറഅതുഹു, ഞാനത് കൃഷി ചെയ്തു. ഫസമ്മർതു അജ്റഹു, അയാളുടെ കൂലിയാൻ ഞാൻ സമ്മർത്തു എന്നാണ്. സമ്മറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പോഷിപ്പിച്ചു. ഈ ഒരു ഫറക്ക് നെല്ല് അത് അയാൾ കൃഷി ഇറക്കി, പിന്നെ അത് കൊയ്തു, അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്തു? അയാൾ സമ്പാദിച്ചു. സമ്മർത്തുഹു എന്നാണ് എന്താ? അതുകൊണ്ട് അയാൾ കുറേ ഫകസ്റത്തു മിൻഹുൽ അംവാൽ എന്നാണ്.
ഞാൻ അതിനെ കൃഷി ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കൂലിയെ പോഷിപ്പിച്ചപ്പോൾ ഫക്കസറത്തു മിൻഹുൽ അംവാൽ എന്നാണ്, ധാരാളം സ്വത്തുക്കൾ അതിനാൽ ഉണ്ടായി എന്നാണ്. ഈ ഫറക്ക് അറുസ് അതിൽ നിന്നുണ്ടായി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫജാഅഹുൽ അജീറു ബഅദ ഹീനിൻ, കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ ആര് വന്നു? ഈ അജീർ വന്നു. എന്നിട്ട് വക്കാൽ അയാൾ പറഞ്ഞു, അദ്ദി ഹക്കി, എൻ്റെ ഹക്ക് അതെനിക്ക് തരണം എന്ന് പറഞ്ഞു. എന്താ അദ്ദി ഹക്ക്? അയാളുടെ മനസ്സിൽ എന്താ ഉള്ളത്? ഒരു ഫറക്ക് റുസ് അതെനിക്ക് തരണം എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഈ അജീർ പറയാണ്, കുളിച്ചാലുള്ളവൻ കൂലിക്കാരനോട് പറയാണ്, അജീറിനോട് പറയാണ്, കുല്ലു മാ തറ മിനൽ ഇബിലി വൽ ബഖരി വൽ ഗനമി വർ റഖീഖി അജ്റുക്. നിങ്ങൾ ഈ കാണുന്ന ഒട്ടകങ്ങൾ, നിങ്ങൾ ഈ കാണുന്ന മാടുകൾ, നിങ്ങൾ ഈ കാണുന്ന ആടുകൾ, നിങ്ങൾ ഈ കാണുന്ന അടിമകൾ എല്ലാം നിങ്ങളുടെ അജർ കൂലിയാണ് എന്ന് പറയാം. അപ്പം അയാൾ പറയാണ്, യാ അബ്ദല്ലാ ലാ തസ്തഹ്സീബി, മനുഷ്യ നിങ്ങൾ എന്നെ പരിഹസിക്കല്ലേ. മുന്നിൽ ഈ കാണുന്നതെല്ലാം കാണിച്ചിട്ട് ഇതൊക്കെ നിങ്ങളുടെ കൂലിയാണെന്ന് പറയുമ്പോൾ ഇയാൾ പ്രതീക്ഷിച്ച് വരുന്നത് എന്താ? ഇയാൾ പ്രതീക്ഷിച്ച് വരുന്നത് ഒരു ഫറഖ് അറുസാണ്. അതാണ് കൂലി അവിടെ ഉള്ളത്, അയാൾക്ക് ഓർമ്മയുള്ളത്. പക്ഷേ ഇയാൾ കാണിച്ചു കൊടുക്കുന്നത് കുല്ലു മാതറ മിനൽ ഇബിലി വൽ ബഖരി വൽ ഗനമി വർ റഖീഖ് എന്നാണ്. ഈ കാണുന്ന ഒട്ടകങ്ങൾ, മാടുകൾ, ആടുകൾ, അടിമകളൊക്കെ നിൻ്റെ കൂലിയാണ് കൊണ്ടുപോകാൻ പറയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, യാ അബ്ദല്ലാ തസ്തഹ്സിഉബി, മനുഷ്യ നിങ്ങൾ എന്നെ പരിഹസിക്കുക. അപ്പോൾ അയാൾ പറയും, നീല അസ്തഹ്സിഉബിക്, ഞാൻ ഒരിക്കലും നിങ്ങളെ പരിഹസിക്കല്ല, ഇതൊക്കെ നിങ്ങളുടെ കൂലിയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനിതിനെ കൃഷി ഇറക്കി പോഷിപ്പിച്ചു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചു, ഇതൊക്കെ നിങ്ങളുടേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ, ഈ മനുഷ്യൻ അള്ളാഹിനോട് ആ ഗുഹയിൽ അതിൻ്റെ അന്ധകാരത്തിൽ ആ അവസ്ഥയിൽ പറയുകയാണ്, ഫഅഖദഹു ഫസ്താഖഹു കുല്ലുഹു വലം യത്റകു മിൻഹു ശൈഅൻ എന്ന്. ഈ ആട് മാടൊട്ടകങ്ങളെയും അടിമകളെയും ഒക്കെ ഫഅഖദു എന്നാണ് ഈ മനുഷ്യൻ കൂലിക്കാരൻ എടുത്തു. ഫസ്താഖഹു അതിനെ മുഴുവൻ അയാൾ തെളിച്ചു. വലം യത്റകു മിൻഹു ശൈഅൻ, ഒന്നുപോലും അയാൾ അവിടെ വിട്ടേച്ചില്ല എന്നാണ്. എനിക്ക് വേണ്ടി, ഞാനറിയാതെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയാണല്ലോ ഇതൊക്കെ ഈ മനുഷ്യൻ. അയാൾക്ക് എന്നാൽ ഒരൊട്ടകം, ഒരു മാട്, ഒരു ആട്, എന്തെങ്കിലും ഒന്നും അയാൾക്ക് നൽകാതെ എല്ലാം എടുത്ത് തെളിച്ചു കൊണ്ടുപോയി ആ മനുഷ്യൻ എന്നാണ്. ഇയാൾക്കൊരു പരിഭവം ഉണ്ടായില്ല, കാരണം അയാളുടെ ഹക്കാണ്. തങ്ങൾ പറയുന്ന ചില നിവേദനങ്ങൾ കാണാൻ, നിങ്ങൾ ഈ മനുഷ്യനെ പോലെ ആകണം എന്ന് പറയുന്ന നിവേദനമുണ്ട്. അത് അത്ര തന്നെ ബലപ്പെട്ടതല്ലെങ്കിലും ഈ അജീറിനെ പോലെ ആകണം എന്ന് പറയുന്ന ഒരു നിവേദനം വായിക്കാൻ സാധിച്ചു. കൊണ്ടുപോയി എന്നാണ്. ഇയാൾക്കൊരു പരിഭവം ഉണ്ടായിട്ടില്ല, കാരണം അയാളുടെ ഹക്കല്ലേ. പക്ഷേ അയാൾ അള്ളാഹിനോട് പറയണം, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്നി ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സഖറ. അല്ലാഹുവേ, അത് ഞാൻ ചെയ്തത്, ഏത് ചെയ്തത്? ഈ കൂലി ചോദിച്ച് വരുമ്പോൾ ഒരു ഫറക്ക് അറുസ് എടുത്ത് കൊടുത്താൽ മതി, ഇപ്പോൾ അതാണ് എൻ്റെ കൂലി, പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അത് ചെയ്യാതെ അതിനെ അടിസ്ഥാനപ്പെടുത്തി സമ്പാദിച്ചത് മുഴുവൻ ആടുകളായി, മാടുകളായി, ഒട്ടകങ്ങളായി, അടിമകളായിട്ട് കൊടുത്തപ്പോൾ, തെല്ലും സങ്കോചമില്ലാതെ കൊടുത്തപ്പോൾ, അത് അള്ളാഹിനെ ഉദ്ദേശിച്ചാണ്, അള്ളാഹുവേ നിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് ഞാനത് ചെയ്തതെന്ന് നീ അറിയുന്നുവെങ്കിൽ ഈ പാറയിൽ നിന്ന് ഞങ്ങൾക്ക് മോക്ഷം നൽകണമേ, രക്ഷ നൽകണമേ എന്നാണ് അയാളുടെ ദുആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫൻഫറജതി സഖറതു, അതോടുകൂടി പാറ വീണ്ടും അകന്നു. വഖറജു യംശൂൻ, 3 പേരും അവർ വീണ്ടും കാൽനടയായി ആ ഗുഹയിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ്. വഖറജു യംശൂൻ, ഇതാണ് സംഭവം. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ ഒരു ചരിത്രം നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. ഞാൻ അതിൻ്റെ പ്രയോഗങ്ങൾ ഉദ്ധരിച്ച് ഉണർത്തി ഇത് കേൾപ്പിച്ചത് നമുക്ക് ചില വിഷയങ്ങൾ ഇതിൽ പ്രത്യേകം വായിക്കാനാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യം യോഗ്യമാകുന്നത് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തതെന്തോ അത് മാത്രമാണ്. ഹദീസിൽ പറഞ്ഞതുപോലെ, അള്ളാഹു തന്നെ പറഞ്ഞതുപോലെ, മാ ഉഖ്ലിസ ലഹു, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്തതെന്തോ അതേ അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകുകയുള്ളൂ. അന ഖൈറു ശരീക്കിൻ എന്നാണ്, ഞാൻ ഏറ്റവും നല്ല പങ്കാളി എന്നാണ് അള്ളാഹു പറഞ്ഞത്. മൻ അശ്റക മഅയ്യ ഫഹുവ ലി ഫമാ അശ്റക ഫീഹി മൻ അമില അമലൻ അശ്റക ഫീഹി മഅയ്യ ഗൈരി തറക്തുഹു വശിർക്കഹു എന്നാണ്. ഒരമലെടുത്തു, അതിൽ അള്ളാഹിനെ മാത്രമാണ് ലക്ഷ്യമാക്കേണ്ടത്. പക്ഷേ അള്ളാഹുവിനോടൊപ്പം മാലോകർ ലക്ഷ്യമാക്കിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു അയാളെ ഒഴിവാക്കും, ലക്ഷ്യമാക്കിയതിനെ ഒഴിവാക്കും. അള്ളാഹ്ക്കത് വേണ്ട.
അള്ളാഹ്ക്ക് വേണ്ടത് എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. പടച്ചവൻ്റെ പ്രീതി ലക്ഷ്യമാക്കി ചെയ്തതെന്തോ അത് മാത്രമാണ് അള്ളാഹ്ക്ക് വേണ്ടു. അതിനെ ഇഹത്തിലും കുരുത്തവും പൊരുത്തുള്ളൂ, അതിനെ പരത്തിലും കുരുത്തവും പൊരുത്തുള്ളൂ. ഇഹത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്തത് എന്ത് നമ്മളുടെ പക്കലുണ്ടോ അതിനാലാണ് നമുക്ക് രക്ഷ. പടച്ചവൻ്റെ പരിഗണന, അള്ളാഹുവിൽ നിന്നുള്ള മോക്ഷം, അത് മനസ്സിലാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് നമുക്ക് പറഞ്ഞു തന്നത്. ഇൻ കുൻത തഅലമു, അള്ളാഹുവെ നീ അറിയുന്നുവെങ്കിൽ. അപ്പം അള്ളാഹു പറയാണ്, ഞാൻ അറിഞ്ഞിട്ടുണ്ട് നീ ഇന്നത് ചെയ്തത് എനിക്ക് വേണ്ടിയാണ് എന്ന്. അതുകൊണ്ട് നീ എന്ത് ചോദിക്കുന്നു അത് ഞാൻ തരും, അത് ഞാൻ തന്നിരിക്കുന്നു. അതല്ലേ ഈ 3 സംഭവങ്ങളിലും വായിക്കണത്. നമ്മളൊക്കെ നമ്മളുടെ ജീവിത അളവിൽ ആലോചിക്കണം. പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളൊക്കെ മുക്താകുമോ? ഈ ദുനിയാവ് പരീക്ഷണാത്മകല്ലേ. ആരായാലും ഈ ദുനിയാവിൽ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. പരീക്ഷയ്ക്ക് വിധേയമാകാതെ വിട്ടേക്കപ്പെടുമെന്ന് വിചാരിക്കുകയാണോ? വിശ്വസിച്ചു എന്നതിനാൽ ഒരിക്കലുമല്ല. പരീക്ഷ ഉണ്ട്. ആ പരീക്ഷണങ്ങൾക്ക് പല മുഖങ്ങളും പല ഭാവങ്ങളും ഉണ്ട്. പരീക്ഷണക്കാലയത്തിൽ ഉഴലുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് നമുക്ക് അള്ളാഹിനോട് ഏറ്റു പറഞ്ഞ് തേടാനുള്ളത്. ഇവിടെ നോക്കി നിങ്ങൾ ഈ ആളുകൾ അള്ളാഹിനോട് തേടിയത് ഇതേപോലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്കൊക്കെ എത്ര വയസ്സായി? പതിറ്റാണ്ടുകൾ പിന്നിട്ടവർ. ഈ നാളുകളിലെ ഏതെങ്കിലും ഒരു അമൽ, അള്ളാഹുവേ നിനക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തത് എന്നത് നീ അറിയുന്നുവെങ്കിൽ നീ എൻ്റെ ഈ ഒരു ദുആ കബൂലാക്കണമേ, ഒരു രക്ഷ നീ എനിക്ക് കനിയണമേ, ഒരു വഴി നീ എനിക്ക് തുറക്കണമേ, ഒരു മോക്ഷം നീ എന്നിൽ അവതരിപ്പിക്കണമേ. ഇങ്ങനെ തേടാൻ നമുക്കെന്ത്? തീർത്തും പേർത്തും നമുക്ക് കളങ്കമില്ലാതെ കാപട്യമില്ലാതെ ലാ യുൻജീക്കും ഇല്ല സിദ്ഖ്, സിദ്ഖാണ് നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ളത് എന്ന് അവർ പറഞ്ഞില്ല. സിദ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യസന്ധത, അതാണ് രക്ഷപ്പെടുത്താനുള്ളത്. ഔസഖുൽ ആമാൽ, ഉറപ്പായിട്ടും പടച്ചോനത് സ്വീകരിക്കുമെന്ന നിലക്കുള്ളൊരു അമൽ, അതാണ് രക്ഷപ്പെടുത്താനുള്ളത്. അങ്ങനെ നമുക്ക് നാം ചെയ്ത ഏത് കർമ്മം, ഞാൻ ചെയ്തത് എന്ത് എന്ന് നമുക്ക് എത്ര അളക്കാനാകും, എത്ര എണ്ണാനാകും? ഇതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പിന്നെ ഇവരുടെ ആ ജീവിതത്തിൻ്റെ സൂക്ഷ്മത, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന വിഷയത്തിൽ ഫഹലബ്തു ഫബദഅതു ബിവാലിദയ്യ അസ്ഖീഹിമാ ഖബ്ല ബനിയ, കറന്നെടുത്ത പാൽ ഞാൻ അതെൻ്റെ മാതാപിതാക്കളിൽ തുടങ്ങി, മക്കളിൽ തുടങ്ങുന്നതിന് മുമ്പ്. കുൻതു ലാ അസ്ഖി സിബിയത ഖബ്ല അൻ യശ്റബൽ വാലിദാൻ, മാതാപിതാക്കൾ കുടിക്കുന്നതിന് മുമ്പ് ഞാൻ മക്കളെ കുടിപ്പിക്കുമായിരുന്നില്ല എന്ന് ആ വ്യക്തി അള്ളാഹുവിനോട് ആ സമയം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുണ്യത്തിൻ്റെ, മാതാപിതാക്കളോട് ചെയ്യുന്ന നന്മയുടെ ഒരു മഹത്വം വായിക്കാനാണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞത്. അതിനെക്കുറിച്ച് പറയും അൽ ഹാലൽ ഇസ്തിസ്നാഇ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്ക് പിന്നെ നമ്മൾ ജീവിത ചെലവ് നൽകുന്നതിൽ മുൻഗണനാക്രമം എന്താ? ജീവിത ചെലവ് നൽകുന്നതിൽ മുൻഗണനാക്രമം ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. എങ്ങനെ തുടങ്ങേണ്ടത്? ജീവിത ചെലവ്, നിർബന്ധമായ ജീവിത ചെലവ് ആദ്യം ഭാര്യക്കാണ്, പിന്നെ മക്കൾക്കാണ്, പിന്നെയാണ് മാതാപിതാക്കൾക്ക് ജീവിത ചെലവുകൾ അങ്ങനെ നിശ്ചയിച്ചുള്ളത്. ഭാര്യയ്ക്ക് ജീവിത ചെലവ് നൽകുക എന്നുള്ളതാണ് ആദ്യത്തെ ബാധ്യത, പിന്നെ മക്കൾ, പിന്നെ മാതാപിതാക്കൾ. അങ്ങനെയാണ് നഫഖത്തിൻ്റെ മസല വായിക്കുമ്പോൾ നമ്മൾ ഫിഖഹിൽ വായിക്കുന്ന ഒരു വിഷയമാണത്. ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മക്കൾ കരയുന്നുണ്ട്, എന്നിട്ട് പോലും കാരണം അദ്ദേഹം അത് ശീലിച്ചു. ഈ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന വിഷയത്തിൽ അത് നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾപ്പിച്ചത് എന്തിനാ? കേൾപ്പിച്ചത് ഇന്ന് മാതാപിതാക്കളെ വിഗണിക്കുന്ന വിഷയത്തിൽ, അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്, മാതാപിതാക്കളെ വിഗണിക്കുന്ന വിഷയത്തിൽ പല മക്കളുടെയും അവസ്ഥ എന്താ? പലരുടെ അവസ്ഥ എന്താ? മാതാപിതാക്കളെക്കുറിച്ച് ബോധനല്ല, പിന്നെ മക്കളെക്കാൾ മാതാപിതാക്കൾ എന്നുള്ള വിഷയം. പല വിഷയങ്ങളും മാതാപിതാക്കളെക്കുറിച്ചുള്ളൊരു ഓർമ്മയോ ബോധമോ ഇല്ല പല മക്കൾക്കും. പരിഗണനകളുടെ വിഷയത്തിലൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, അല്ലാഹുൽ മുസ്തആൻ. അവരുടെ വിഷയം നോക്കി നിങ്ങൾ. ഫലമ്മ കഅത്തു ബൈന റിജ്ലൈഹ, ആ പ്രയോഗം നോക്കി നിങ്ങൾ. സ്ത്രീ സമ്മതിച്ചു, അവർ തൻ്റെ മുന്നിൽ കിടന്നു, അവളുടെ അരികിൽ താൻ ഇരുന്നു. കിടന്ന വ്യക്തി അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിത്വം, കാലങ്ങളായി മനസ്സിൽ ഓമനിച്ച് കണ്ട് നടക്കുന്ന വ്യക്തിത്വം. ആ വ്യക്തിയാണ് പറയുന്നത് യാ അബ്ദല്ലാ ഇത്തഖില്ലാ എന്ന്.
മനുഷ്യ അള്ളാഹിനെ സൂക്ഷിക്കുകയെന്ന്. ഉണ്ടൽ ഫഖുംത്ത് എന്നാണ്. ആ ഒരു ഈമാൻ, ആ ഒരു തൗഫീഖ് ഒന്നാലോചിച്ച് നോക്കും. നമ്മൾ ഈ ഭൗതിക സാഹചര്യത്തിൽ നമ്മൾക്കുണ്ടല്ലോ ഈ ഇത്തഖില്ല, യാ അബ്ദല്ലാ ഇത്തഖില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ അത് വരണം. എപ്പോൾ വരണം? മറ്റുള്ളവർ കാണുന്നത്, നമ്മൾ കാണുന്നത് നമുക്ക് പ്രയാസവും നമുക്ക് അനിഷ്ടവുമായ കാര്യങ്ങൾ നമ്മൾ കാണുന്ന സമയം ആരെങ്കിലും വരികയാണെങ്കിൽ വേഗം മാറ്റും. അതിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും തിരിച്ചു കാണും. ഇതെന്താ? അപ്പോൾ നമ്മളോട് പറയണം ഇതേപോലെ, യാ അബ്ദല്ലാ ഇത്തഖില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കാണാൻ കൊള്ളാത്തത് കാണുന്നത് അടക്കുന്നുവെങ്കിൽ, ഓഫാക്കുന്നുവെങ്കിൽ അതാണ് അല്ലാഹുമ്മ ഇൻ കുൻത തഅലം അന്നി ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക് എന്ന് പറയാനുള്ള നമുക്കുള്ള അമൽ. അതൊരു ഉദാഹരണം. ചില ആളുകൾ സ്ത്രീകളുടെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു തീർത്താ തീരാത്ത മാറാപ്പായിരിക്കും. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. പക്ഷേ അള്ളാഹുവിനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ കുറിച്ചുള്ള ബോധം അത് യഥാവിധമായിട്ടുണ്ട് എങ്കിൽ രക്ഷ കിട്ടും. പഠിച്ചവനോടുള്ള തേട്ടവും അതേപോലെ തന്നെ ആത്മാർത്ഥതയും ഉണ്ട് എങ്കിൽ. പിന്നെ ആ മൂന്നാമത്തെ ആളുടെ അവസ്ഥ അജീറിൻ്റെ വിഷയത്തിൽ പണം, കാശ്, സ്വത്തിന് സ്വത്തെന്ന പേര് വെച്ചത് തന്നെ മനുഷ്യൻ്റെ മനസ്സ് അതിലേക്ക് ചായുന്നത് കൊണ്ടല്ല. അൽ മാൽ, മാല എന്ന് പറഞ്ഞാൽ എന്താ? ചാഞ്ഞു എന്നർത്ഥം. മാൽ ഐന, മനുഷ്യൻ്റെ ഇഷ്ടം, താല്പര്യം, വികാരം ഒക്കെ പണത്തിലേക്ക് ചാഞ്ഞുകൊണ്ടാണ്. പണം എന്ന് പറഞ്ഞാൽ പിണവും വാപ്പിളർക്കും എന്നല്ലേ. കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധ മുലകിൽ സുലഭം എന്ന് പറഞ്ഞില്ലേ. ഇവിടെ നോക്കി നിങ്ങൾ, ഒരു ഫറഖ് അറുസാണ് ഒരാൾക്ക് ഹക്കായിട്ട് കൊടുക്കാനുള്ളത്. അയാൾക്കറിയാം ഒരു ഫറഖ് അറുസ്, നിർണിത അളവ്, കുറഞ്ഞ അളവ് അറുസ്, അതാണ് ഒരാളുടെ കൂലി. അത് ചോദിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഈ വ്യക്തി പറയാണ് ഫാമത്തു ഇലാ ദാലികൽ ഫറഖ് ഫസറഅതുഹു ഫസമ്മർതു അജ്റഹു. കൂലി അയാൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ നെല്ല് എൻ്റെ വീട്ടിലിട്ട് പോയപ്പോൾ ഞാൻ ഈ നെല്ല് കൃഷി ഇറക്കി, എന്നിട്ട് സമ്മർത്തു അജ്റു, അയാളുടെ കൂലിയെ സമ്മർത്തു എന്നാണ്, ഞാനതിനെ പോഷിപ്പിച്ചു. അങ്ങനെ ഈ നെല്ല് കൊയ്തു. എന്നിട്ട് അതുകൊണ്ട് അയാൾ വർഷങ്ങൾ കാലികളെ വാങ്ങി, ആടുമാടൊട്ടകങ്ങൾ, പിന്നെ അടിമകളെ വാങ്ങി. അങ്ങനെ അയാൾ വലിയ ഒരു സ്വത്ത് സ്വരൂപിച്ചു. അത് കൂലിക്കാരനറിയില്ല. അയാൾ വന്ന് ചോദിക്കുമ്പോൾ ഫറക്ക് എടുത്തു കൊടുത്താൽ മതി. പക്ഷേ ഈ കാണുന്നതൊക്കെയും നിൻ്റെ കൂലിയാണ് എന്ന് പറയാനുള്ള ആ ഒരു നിലപാട്, ആ ഒരു മനസ്സ്, അത് പടച്ചോനെ ഓർത്തത് കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ വജഹിനെ കാംക്ഷിച്ചിട്ടാണ്. അതൊരു വലിയ, ആ ഒരു മനസ്ഥിതി ഒരു വലിയ മക്കാമാണ്. പലപ്പോഴും ഇന്ന് നമുക്കൊരു റിയാലിൻ്റെ 2 റിയാലിൻ്റെ വിഷയത്തിൽ പോലും നമ്മളുടെ അളവിൽ ചിന്തിക്കാൻ കഴിയാത്ത വിഷയം. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഒരു വിഷയമാണത്. പക്ഷേ നോക്കി നിങ്ങളിവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല 3 ആൾക്ക് ഗുഹയിൽ നിന്ന് ഇറങ്ങാൻ ഈ മൂന്നാമൻ്റെ ഈ ഒരു ദുആ, ഫംഫജറത്തി സഖറത്തു വഖറജു യംശൂൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ മാസത്തിൽ നമ്മൾ ചെയ്തു, നോമ്പെടുത്തു, നിസ്കരിച്ചു, ദാനധർമ്മങ്ങൾ ചെയ്തു, മറ്റു പുണ്യകർമ്മങ്ങൾ പലതും നമ്മൾ അതിലൊക്കെ സഹകരിച്ചു, നമ്മൾ സന്ധിച്ചു, സംഭാവനകൾ അർപ്പിച്ചു. പക്ഷേ നമ്മൾ ആലോചിക്കണം, നമ്മൾ ചെയ്തതിൻ്റെ ബാഹുല്യം അതിൽ അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാനും അതിനനുസരിച്ച് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരാനും ഏത് ഉതകും, ഏതാണ് നമുക്ക് ഉണ്ടാവുക, അത് മനസ്സിലാക്കാനാണ് ഈ ചരിത്രം. നമ്മൾ ചെയ്തതിൻ്റെ ഒരു പുണ്യം ഇഹത്തിലും പരത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അതിൽ നമുക്ക് തുണയാകുന്നത്, നമുക്ക് വരുന്നത് ഏതായിരിക്കും നമുക്ക് ആലോചിക്കാൻ. എന്തിനാ കഥ പറയാൻ പറഞ്ഞത്? ഫഖ്സുസിൽ ഖസസ്, കഥ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞില്ലേ. അള്ളാഹിനോട് വരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് കൽപ്പിച്ചായിരുന്നു കഥ പറയാം. കഥ കേട്ട് കേവലം കോൾമേർ കൊള്ളാനോ രോമാഞ്ച പുലകിതമാകാനോ അല്ലെങ്കിൽ ചില വിജ്ഞാനങ്ങൾ പിന്നെ സമ്പാദിക്കാനോ മാത്രം അതിനല്ലല്ലോ കഥ പറയുന്നത്. കഥ പറയുന്നത് അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ തെളിയാൻ, നേളിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. പക്ഷേ നമ്മൾ ആത്മവിചാരണ നടത്തണം. നമ്മൾ തീർത്തും വിചാരണക്ക് വിധേയമാക്കണം. ഈ ചെയ്യുന്നതിൽ, ഈ അധ്വാനിക്കുന്നതിൽ, ഇതിലൊക്കെ നമുക്ക് ഉപകരിക്കുന്നത്, നമ്മളിൽ നിന്ന് സ്വീകാര്യയോഗ്യമാകുന്നത് എത്ര, ഏത് എന്നുള്ള കാര്യം നമ്മൾ ചെയ്തതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ചെയ്യാൻ പോകുന്നതിൽ നമുക്ക് ഈ ഒരു ചരിത്രം തികഞ്ഞ ഉൾക്കാഴ്ചയും ഒരു ബോധനവുമായിരിക്കണം എന്നാണ്
ഇവിടെ ഉണർത്താനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്ക് മുതവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വജ്ഹിന് മാത്രമായി ജീവിക്കാൻ നമ്മളെല്ലാവരെയും തുണക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും കനിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോടെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു കനിയുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് യഥാവിധം പുണ്യം ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.